അന്നൊരു നാളിൽ. രചന റുക്സാന KS. താതേ തിത്തിത്തേ താതേ തിത്തിത്തേ. വരികൾക്കനുസരിച്ച് അവളും കൂടെ നൃത്തം പഠിക്കാനായി എത്തിയ കുഞ്ഞു സുന്ദരികളും ചുവടുകൾ വെച്ചു. തെറ്റുകൾ ഓരോന്നും പറഞ്ഞും തിരുത്തിയും നൃത്തക്ലാസ് മുന്നോട്ട് പോയി. ഇത് അനാമിക, കോവിലകത്തെ അച്യുതന്റെയും ശാരദയുടെയും ഒരേയൊരു പുത്രി, കൂടെ അമ്മാളും അമ്മയും. ഇവരാണ് അനാമിക എന്ന അനുവിന്റെ ലോകം. ഇവർ കഴിഞ്ഞാൽ അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നൃത്തത്തെയാണ്. ചെറുപ്പം മുതൽ അവൾ നൃത്തം പഠിക്കാൻ തുടങ്ങിയിരുന്നു. നൃത്തത്തിൽ ബിരുദവും എടുത്തു. ഇപ്പോൾ അവൾ സ്വന്തമായി നൃത്ത ക്ലാസുകൾ നടത്തുന്നുണ്ട്. 3 ബാച്ചായിട്ടാണ് നടത്തുന്നത്. ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കാനായി വരുന്നുണ്ട്. അതിൽ 3ാമത്തെ ബാച്ച് അഥവാ വൈകുന്നേരത്തെ ബാച്ചിനെ നൃത്തം പഠിപ്പിക്കുകയാണ് അവൾ. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. വീടിന്റെ അകത്തളത്തിലാണ് ക്ലാസ് നടക്കുന്നത്. നീ മുകിലോ പുതുമഴ മണിയോ പൂവിലോ ഇരുളല നിഴലോ അറിയുന്നെന്നു നീ എന്ന ചാരുത അറിയാം ഇതാണെന്റെ ചേതന നിറയും അതിശയകര ഭാവം. നീ മുകിലോ പുതുമഴ മണിയോ പൂവിലോ ഇരുളല നിഴലോ. അവളുടെ ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരുന്നു. ക്ലാസ്സിലായിരിക്കുമ്പോൾ അവൾ ആരുടെയും കോൾ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവളുടെയും ഫോൺ 3-4 തവണ ഈണം വിട്ടി. പെട്ടെന്ന് വലിയൊരു ഇടിമുഴക്കമുണ്ടായതോടെ ഇന്നത്തെ ക്ലാസ് മതിയാക്കാൻ അവൾ തീരുമാനിച്ചു. കുട്ടികളെല്ലാം വേഗം അവരവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മോളെ, കുറച്ചു നേരമായല്ലോ ഫോൺ റിങ് ചെയ്യുന്നത്. ആരായിരുന്നു? അവൾ ചിലങ്ക അഴിക്കാൻ തുടങ്ങവേ അവൾക്ക് കുടിക്കാനുള്ള വെള്ളവുമായി വന്ന ശാരദ ചോദിച്ചു. അറിയില്ല അമ്മ, ഞാൻ നോക്കിയില്ല, അവൾ അലസമായി പറഞ്ഞു. എന്നിട്ട് ചിലങ്ക അഴിക്കാൻ തുടങ്ങി. എന്റെ കൊച്ചേ, നീ ആ ഫോൺ എടുക്ക്, വല്ല അത്യാവശ്യക്കാരും ആവും, അവർ ശാസനയോടെ അവളെ നോക്കി പറഞ്ഞു. ശരി അമ്മ തമ്പുരാട്ടി, ചിലങ്ക ഒന്നഴിക്കട്ടെ. അവൾ ഫോൺ എടുക്കുന്ന ഭാവമില്ലെന്ന് കണ്ട് അവർ വെള്ളം കൊടുത്ത് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും വീണ്ടും അതേ കോൾ അവളെ തിരഞ്ഞു വന്നു. അമ്മ ഫോൺ എടുത്ത് അവൾക്ക് നൽകി. നീ മുകിലോ പുതുമഴ മണിയോ പൂവയിലോ ഇരുളല നിഴലോ അറിയില്ലെന്നു നീ എന്ന ചാരുത അറിയാമെന്നിതാണെന്റെ. പാട്ടിനെ മുഴുമിപ്പിക്കാതെ അവൾ കോൾ എടുത്തു സംസാരിക്കാൻ തുടങ്ങി. അപ്പുറത്തു നിന്ന് കേട്ട ശബ്ദം ഒരേ സമയം അവളുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയും ഹൃദയത്തിൽ വീണം വീട്ടുന്നതായിട്ടും അവൾ അറിഞ്ഞു. അവൾ ഫോൺ എടുത്തുകൊണ്ട് റൂമിലേക്ക് ഓടി. ഈ കൊച്ചിനിത് എന്താ പറ്റിയ കൃഷ്ണ? അവർ അകത്തേക്കും പോയി. അവൾ കിതച്ചുകൊണ്ട് മുറിയിലേക്ക് ഓടിക്കയറി കതകടച്ചു. അവളുടെ എല്ലാ സ്വപ്നവും അറിയാവുന്ന തന്റെ പാതിയായ മുറി. അപ്പോഴും ഫോണിൽ നിന്ന് ആ ശബ്ദം ഉയർന്നുകൊണ്ടേയിരുന്നു. അയാൾ. ഹലോ, അനാമികയല്ലേ? അനു. ഹർഷ? ഹർഷൻ. നിനക്ക് എങ്ങനെ എന്നെ മനസ്സിലായി? ഒരു സർപ്രൈസ് തരാനിരുന്നതാ, അതിപ്പോൾ ഇങ്ങനെയുമായി. അല്ല, എങ്ങനെ മനസ്സിലായി ഞാനാണെന്ന്? എന്റെ നമ്പർ സേവ് ആണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത് പുതിയ നമ്പറാണ്. എന്നാലും നിന്നെ സമ്മതിച്ചു ഞാൻ കരുതി എന്നെ മറന്നു കാണുമെന്ന്. അയാൾ പറഞ്ഞത് അവളെ നന്നായി വിഷമിപ്പിച്ചു. അനു. അങ്ങനെ മറക്കാൻ പോകുന്ന ബന്ധമായിരുന്നോ ഹർഷൻ നമ്മൾ തമ്മിൽ? പിന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ എനിക്ക് സേവ് ചെയ്ത നമ്പറോ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പോ വേണ്ട. നിങ്ങളുടെ ശബ്ദം മാത്രം മതി. അവൾ സങ്കടത്തോടെയും അതിലും ഉപരി ദേഷ്യത്തിലും പറഞ്ഞു നിർത്തി. ഹർഷൻ. എന്റെ അമ്മോ, അനുസേ കൂൾ. ഞാൻ ചുമ്മാ നിന്നെ വട്ടാക്കാൻ പറഞ്ഞതാടി പൊട്ടിക്കാളി. എന്റെ ശബ്ദം കേട്ടാൽ തന്നെ മനസ്സിലാക്കൂ. സമ്മതിച്ചു നിന്നെ. എനിക്കിപ്പോഴും എന്റെ കട്ട ചങ്കിന്റെ ശബ്ദം പോലും ഓർമ്മയില്ല. എന്നിട്ടും വർഷങ്ങൾക്ക് ശേഷം സംസാരിക്കുന്ന എന്റെ ശബ്ദം നീ തിരിച്ചറിഞ്ഞല്ലോ. നിനക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട ആളാണോ ഞാൻ? അവന്റെ ചോദ്യം അവളെ പാടെ തകർത്തു. മറുപടി ഇല്ലാതിരുന്നപ്പോൾ അവൻ തന്നെ സംസാരിച്ചു തുടങ്ങി. ഹർഷൻ. അനു പോയോ? അനു. ഇല്ല,
ഹർഷൻ: പിന്നെ എന്താ ചോദിച്ചതിന് മറുപടി തരാതെ മിണ്ടാതിരിക്കുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ? നീ എന്നെ മറന്നില്ലേ? ഇത്രയും കാലം എന്നെ ഓർത്തിരുന്നോ? അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണോ ഞാൻ നിനക്ക്? ഓരോ ചോദ്യത്തിലെയും വാക്കുകൾ അവളെ കുത്തിനോവിച്ചുകൊണ്ടിരുന്നു. അനു: പ്രിയമാണോ അപ്രിയമാണോ എന്ന് തെളിയിക്കാനുള്ള തെളിവോ വാക്കുകളോ എൻ്റെ കയ്യിലില്ല. പക്ഷെ ജീവിതത്തിൽ അത്ര പെട്ടെന്നൊന്നും മറന്നു കളയുന്നവളല്ല ഞാൻ എന്ന് തനിക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ എന്തിനാ ഈ ചോദ്യപ്പായിട്ട്? അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഹർഷൻ: അപ്പൊ ഒന്നും മറന്നിട്ടില്ല എന്ന് തന്നെയാകും ഉദ്ദേശിച്ചത്. അനു: ഓർത്തിരിക്കേണ്ടാത്ത കാര്യങ്ങൾ കരിയില പോലെയാണ്. അത് മറവി എന്ന കാറ്റിന്റെ കൂടെ ഞാൻ പറത്തി വിട്ടു. ഇപ്പൊ കൂട്ടിനൊരു കുന്നോളം പോകുന്ന ഓർമ്മകളുടെ മഞ്ചാടിക്കുട്ടങ്ങൾ മാത്രം. ഹർഷൻ: ഓ സാഹിത്യം. ആട്ടെ, ഇതിലേതാ ഞാൻ, കരിയിലയോ? അനു: സത്യം പറഞ്ഞ സാഹിത്യം. ഹർഷൻ: അയ്യോ പിണങ്ങല്ലേ. അപ്പം മഞ്ചാടിക്കുരുവാണോ ഞാൻ? അനു: ആണെന്ന് വേണേൽ പറയാം. ഓർമ്മയുടെ മണിച്ചിപ്പിൽ ഒരു കുന്നോളം മഞ്ചാടിക്കുരുക്കളുണ്ട്. ഓരോ മഞ്ചാടിക്കുരുവിൽ ഓരോ ഓർമ്മകളും. പക്ഷേ അത് എല്ലാം ഓർത്തെടുക്കാൻ ഇമ്മിണി പാടാണ് മാഷെ. ഹർഷൻ: ഓ ശരി, ഓർക്കുമ്പോൾ പറഞ്ഞാൽ മതി. പിന്നെ നീ ഇപ്പൊ നിന്റെ വീട്ടിലാണോ? ഞാൻ പിന്നെ വേറെ എവിടെ പോവാനാണ്? ഹർഷൻ: ഭർത്താവിന്റെ വീട്ടിലാണോ എന്ന്. അവന്റെ ചോദ്യം അവളെ ഓരോ നിമിഷവും തളർത്തിക്കൊണ്ടിരുന്നു. അവൾ മറുപടി പറയാതെ നിന്നു. അവൻ തന്നെ പാടെ മറന്നെന്ന് ഇതിനോടകം അവൾ മനസ്സിലാക്കി. ഹർഷൻ: അനു, എന്താ മിണ്ടാതെ നിൽക്കുന്നത്? പറയൂ, ഞാനും കേൾക്കട്ടെ. അനു: എൻ്റെ ഈ മൗനം നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? അവൾ ഈർഷ്യയോടെ ചോദിച്ചു. ഹർഷൻ: പിന്നെ ഇല്ലേ, നിന്റെ കിളിക്കൊഞ്ചൽ കേൾക്കാതെ എനിക്ക് എന്തോ പോലെ, അവൻ കളിയായി പറഞ്ഞു. അനു: എന്നിട്ട് ഇത്രയും നാൾ എവിടെയായിരുന്നു? ഈ കിളിക്കൊഞ്ചലിനെ ഒരു തവണയെങ്കിലും നിങ്ങൾ ഓർത്തുവോ? ഇല്ലല്ലേ? അറിയാം. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ മൗനം നിങ്ങൾക്ക് വേദന നൽകുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി താൻ തന്നെയാണ്, താൻ മാത്രം. ഹർഷൻ: അനു, നീ എന്തീ പറയണേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? അനു: ഓ സോറി, ഇതിൽ നമ്മൾ തുല്യ പങ്കാളികളല്ലേ. അവൾ പറഞ്ഞു നിർത്തി. നീ പറയുന്നതൊന്നും അനു: മനസ്സിലാവുന്നില്ലല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതാ മാഷെ, ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അവൾ വിഷമത്തെ ഒതുക്കി ചിരിയോടെ പറഞ്ഞുവെങ്കിലും കാത്തിരുന്ന സ്വപ്നത്തിന്റെ മുഖംമൂടി തകർന്നു വീണപ്പോൾ അവളുടെ ഉള്ളവും കണ്ണും നീറിപ്പുകഞ്ഞു. ഹർഷൻ: എൻ്റെ കൊച്ചെ, നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അപ്പോൾ എവിടെയാ നീ ഇപ്പോൾ? എനിക്ക് നിന്നെ കാണാൻ വരാനായിരുന്നു. കൂടെ എൻ്റെ വുഡ്ബി ഗ്രേഷ്മയും ഉണ്ട്. അവളോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. ഡിഗ്രി കാലത്ത് നമ്മുടെ പ്രണയ നാടകവും നമ്മുടെ വഴക്കും ബഹളവും. പിന്നെ അവൻ പകുതിക്ക് വെച്ച് നിർത്തി. അനു: അയ്യോ ഓർമ്മിപ്പിക്കല്ലേ സാറേ, ഞാൻ എൻ്റെ ജീവിതം ഒന്ന് ആസ്വദിച്ചു വരുന്നതേയുള്ളൂ. അവൻ്റെ വാക്കുകൾ അവളുടെ സമനില തെറ്റിക്കുമെന്ന് തോന്നി അവൾ പറഞ്ഞു. ഹർഷൻ: ഓക്കെ ഓക്കെ, അപ്പോൾ എപ്പോഴും ഒന്ന് കാണാൻ കഴിയാ? അനു: അത് പിന്നെ ഞാൻ ഇപ്പോ. അവൾ വാക്കുകൾക്കായി പരതി. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ പറഞ്ഞു. നിങ്ങളുടെ മാരേജ് എപ്പോഴാ? ഞാൻ 2 മാസത്തേക്ക് വിദേശത്തേക്ക് വന്നേക്കുവാണ്. എനിക്ക് ഷോയുണ്ട്. അത് കഴിഞ്ഞ നാട്ടിലേക്കുള്ളൂ. അവൾ പറഞ്ഞു നിർത്തി. ഹർഷൻ: അയ്യോ 2 വീക്ക് കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണമാണ്. അതിനു മുമ്പേ. പിന്നീട് അവൻ പറയുന്നതൊന്നും അവൾ കേട്ടില്ല. പെട്ടെന്ന് ഓർമ്മ വീണ്ടെടുത്ത പോലെ അവൾ സംസാരിച്ചു. അനു: അതെ ഹർഷ, എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. മാസ്റ്റർ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഫ്രീ ആവുമ്പോൾ വിളിക്കാം. പിന്നെ 2 പേർക്കും എൻ്റെ വിവാഹ മംഗളാശംസകൾ. ഗ്രീഷ്മ ചേച്ചിയോട് പറഞ്ഞേക്ക് കേട്ടോ. ഞാൻ വിളിക്കാം. ബൈ. അവൻ്റെ മറുപടിക്ക് കാതോർക്കാതെ അവൾ ഫോൺ വെച്ചു. നിലത്തേക്ക് ഊർന്നിരുന്നു. ശരീരം അവൻ്റെ വാക്കുകളാൽ മരവിച്ചെങ്കിലും അവളുടെ കണ്ണുകൾ നിശബ്ദമായി പെയ്തുകൊണ്ടേയിരുന്നു. സമയം അവളെ അവഗണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനിടയിൽ അവൾ പ്രണയകാലത്തേക്ക് സഞ്ചരിച്ചു. രാജ്ഞി മൂർച്ഛിച്ചു നിൽക്കുന്ന കാലത്ത് കോളേജിലെത്തിയ അവൾക്കും കിട്ടി നല്ല അസല് പണി. പ്രപ്പോസ് ചെയ്യാൻ. അതും ഹർഷനെ. ഒരു കോവിലകത്തെ കൊച്ചു തമ്പ്രാട്ടിക്കുട്ടിയായിരുന്നെങ്കിലും നല്ല പേടിയുള്ള കൂട്ടത്തിലാ കക്ഷി. അതുകൊണ്ട് തന്നെ അവൾ മടിച്ചു നിന്നു.
വേഗം പറഞ്ഞില്ലെങ്കിൽ ഇതിലും വലുത് ചെയ്യേണ്ടി വരുമെന്ന് കണ്ട് അവൾ അവന്റെ അടുക്കിലേക്ക് നടന്നു. ഏട്ടാ, അത് പിന്നെ എനിക്ക് പുറകിൽ നിന്ന് വരുന്ന കിളിക്കൊഞ്ചൽ കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഒരു കൊച്ചു സുന്ദരി. അവളിൽ നിന്നും പരുങ്ങുന്നത് കണ്ടപ്പോഴേ അവന് കാര്യം പിടികിട്ടി. തനിക്കെന്നെ ഇഷ്ടമാണോ? അവൾ പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി. അവന്റെ മുഖത്തെ ഗൗരവം അവളുടെ പേടി കൂട്ടി. അവൾ തല താഴ്ത്തി നിന്ന് അതേ എന്ന് പറഞ്ഞു. എന്നാ പൂവുങ്ങ തന്നേക്ക്. അവൾ അവനെ നോക്കാതെ പൂ നൽകി. കുട്ടികൾ ആർപ്പ് വിളിച്ചു. അവൾ വേഗം തിരിഞ്ഞു നടന്നു. അവൻ അപ്പോഴേക്കും അവളുടെ കൈ കവർന്നുകൊണ്ട് ചോദിച്ചു, തന്റെ പേരെന്താ? അനാമിക. അവൾ കൈ പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം അവൻ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു, ഇത് അനാമിക. അല്ല, അനാമിക ഹർഷൻ. ഈ ഹർഷന്റെ പെണ്ണ്. അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ പെട്ടെന്ന് വലിച്ചടിപ്പിച്ചതുകൊണ്ട് ബാലൻസ് തെറ്റി വീഴാൻ പോയ അവൻ കൈകളിൽ താങ്ങി. അവൾ അപ്പോഴും മെഴി വെട്ടാതെ അവനെ നോക്കി തന്നെ നിന്നു. കുട്ടികളുടെ ആർപ്പുവിളിയിൽ അവൾക്ക് ബോധം വന്നു. അവനിൽ നിന്ന് അകന്നു മാറി. ആരെയും നോക്കാതെ മുന്നോട്ട് പോയി. അപ്പോൾ അവളുടെ മനസ്സിൽ 1000 പൂത്തിരി പൊട്ടിയ പോലെ തോന്നി. അവിടെ പ്രണയം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അത് അവന്റെ ശത്രുവായ ഗ്രീഷ്മയുടെ ശല്യം തീർക്കാൻ ആണെന്ന് ആ പാവം അറിഞ്ഞില്ല. അവൻ അവളോട് മിണ്ടുന്നതും ഗിഫ്റ്റ് വാങ്ങി നൽകുന്നതുമൊക്കെ തന്നോടുള്ള പ്രണയം കൊണ്ടാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. പക്ഷേ അവൻ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്തതേയില്ല. 3-ാം വർഷം വിദ്യാർത്ഥിയായ അവൻ കോഴ്സ് കഴിഞ്ഞ് മൂട്ടിലെ പൊടിയും തട്ടിപ്പോയി. അവൻ അവളെ ചതിക്കുകയാണെന്ന് ആരൊക്കെ പറഞ്ഞിട്ടും അവൾ വിശ്വസിച്ചില്ല. വിവാഹത്തിന് നിർബന്ധിച്ച വീട്ടുകാരോട് അവൾ കാര്യം പറഞ്ഞു മനസ്സിലാക്കി. അവർ ആദ്യം എതിർത്തുവെങ്കിലും അവളുടെ നിർബന്ധത്തിൽ അവരും സമ്മതിച്ചു. അവൾ അവനെ കാത്തിരുന്നു. അവൻ കൊടുത്ത പൊള്ളവാക്കിന്റെ വിശ്വാസത്തിൽ. കോൾസ്, മെസ്സേജ്, എല്ലാത്തിനും മറുപടിയില്ല. പിന്നീട് ഒരു അറിവും ഉണ്ടായില്ല. പക്ഷെ അവൾ ഭ്രാന്തമായി അവനെ പ്രണയിച്ചു. അത്രയ്ക്ക് ആഴത്തിൽ വേരൂന്നിയിരുന്നു അവന്റെ ഓർമ്മകൾ. വർഷങ്ങൾക്കിപ്പുറം അവൻ വരുമോ എന്നറിയാഞ്ഞിട്ടും അവൾ കാത്തിരുന്നു. മോളെ അനു, വാതിൽ തുറക്ക്. എത്ര നേരം നീ ഇതിനകത്ത് കയറിയിരിക്കുന്നു? അമ്മയുടെ ശബ്ദമാണ് അവളെ ചിന്തയുടെ വേലിക്കെട്ടുകൾ പൊട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത്. അവൾ ആകെ തകർന്നിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ പിന്നെയും പെയ്തുകൊണ്ടിരുന്നു. അവൾ മുഖം തുടച്ച് വാതിൽ തുറന്നു. അവിടെ അച്ഛനും അമ്മയും അച്ഛമ്മയും ഉണ്ടായിരുന്നു. അവളുടെ മുഖം കണ്ട അച്ഛന് കാര്യങ്ങൾ മനസ്സിലായി. എന്തോ ചോദിക്കാൻ പോയ ഭാര്യയോട് വേണ്ട എന്ന് അയാൾ കണ്ണു കാണിച്ചു. അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ ഡയറിയും കൊണ്ട് അവളുടെ വനിയിലേക്ക് നടന്നു. അവളുടെ കൊച്ചു പൂന്തോട്ടമാണത്. അവളുടെ ഇഷ്ടദൈവമായ രാധാകൃഷ്ണന്മാർ ഒരു ഭാഗത്തും മറുഭാഗത്ത് ഹർഷന്റെ ഇഷ്ടദേവനായ ശിവപാർവതിയും ഉണ്ടായിരുന്നു. അവൾ വേദനയോടെ അവരെ നോക്കി. അവളുടെ വരവറിഞ്ഞ് കാറ്റ് ചെറുതായി തലോടിപ്പോയി. മഴമുത്തുകൾ അവളെ നനച്ചുകൊണ്ടിരുന്നു. കൃഷ്ണന് മുന്നിൽ അവൾ മുട്ടുകുത്തിയിരുന്നു. കണ്ണ, എന്റെ സ്വപ്നം, എന്റെ ഹർഷേട്ടൻ. അവൾ പെട്ടെന്ന് വാ പൊത്തിക്കൊണ്ട് തലയ്ക്ക് തട്ടി. നിന്റെ ഹർഷേട്ടനല്ല, നാളെ വേറൊരു കുട്ടിയുടെ ഭർത്താവാണ്. അയാളെ ഇനി നിന്റെ എന്ന് പറയാൻ പാടില്ല, അവൾ അവളോട് തന്നെ പറഞ്ഞു. കണ്ണാ, നീ അറിഞ്ഞോ? ഹർഷന്റെ കല്യാണമാണ്. വധു ആരാന്നോ? ഗ്രീഷ്മ ചേച്ചി. ആ ചേച്ചിയെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ സ്നേഹിച്ചത് പോലും. എന്നെ വിളിച്ചിരുന്നു. ഒരുപാട് നാൾ കേൾക്കാതെ ആ ശബ്ദം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. പക്ഷെ വേറെ ആരുടെയോ സ്വന്തമാവാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയി കണ്ണ. അത് ഞാൻ സഹിക്കും. പക്ഷെ എൻ്റെ പ്രണയം നാടകമാണോ കണ്ണ? നാടകമാണോ? പറ, നാടകമാണോ കണ്ണ? അവൾ പെട്ടെന്ന് മഞ്ചടിച്ചിപ്പ് തുറന്നു. കണ്ണ, ദേ ഈ മഞ്ചടിച്ചിപ്പ് മുഴുവനും എന്താണെന്നറിയോ? എൻ്റെ ഹർഷേട്ടൻ്റെ ഓർമ്മകളാണ്. എന്നിട്ട് ഏട്ടൻ ചോദിച്ചത് എന്താണെന്നറിയോ? അവൾ വാവിട്ട് കരയാൻ തുടങ്ങി. അവളുടെ ദുഃഖത്തിൽ പ്രകൃതിയും പങ്കുചേർന്നു. അവൾ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ അവളുടെ അച്ഛനും അമ്മയ്ക്കും അച്ചമ്മയ്ക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത്രയും നാൾ അവൾ സൂക്ഷിച്ചു വച്ച അവന്റെ ഓർമ്മകളാണ്
അവളുടെ പ്രണയമാണ് കണ്ണീരായി നിലത്തേക്ക് പതിക്കുന്നത്. കരയട്ടെ, കരഞ്ഞു തീർക്കട്ടെ. അവളെ വിളിക്കാൻ പോയ അച്ചമ്മയോട് അച്ഛൻ പറഞ്ഞു. അവളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് കണ്ട് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ അവനെ കാണാൻ പോയപ്പോൾ അവൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹലോ അങ്കിൾ. അങ്കിൾ എന്താ ഇവിടെ? അനുവിൻ്റെ കല്യാണം വിളിക്കാൻ വന്നതാണോ? അവൻ്റെ ആ മട്ടും ഭാവവും വിളിച്ചോതിയിരുന്നു അവൾ അവനൊന്നുമല്ലെന്ന്. ഞാൻ ചുമ്മാ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവൻ അവൻ്റെ കല്യാണക്കുറി എടുത്ത് നീട്ടി. വരാമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഞാൻ മനസ്സിൽ കണ്ടിരുന്നു എൻ്റെ മകൾ ഇതറിയുമ്പോഴുള്ള കാര്യം. അവൻ അവളെ വിളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതാണ് അവളോട് പറയാൻ വന്നത്. പക്ഷെ അവളുടെ കണ്ണിൽ ഞാൻ കണ്ടു അവനോടുള്ള പ്രണയം. അത് അവൻ തന്നെ പറഞ്ഞില്ലാതാക്കട്ടെ എന്ന് ഞാൻ കരുതി. അയാൾ വിതുമ്പലോടെ പറഞ്ഞു. ഇതേ സമയം അവൾ അവൻ്റെ ഓർമ്മയിൽ നിന്ന് വിട്ടൊഴിഞ്ഞിരുന്നു. കരഞ്ഞു വീർത്ത കണ്ണുകൾ അപ്പോഴും പെയ്തുകൊണ്ടേയിരുന്നു. അത് അവന് വേണ്ടിയല്ലായിരുന്നു, അവളുടെ ഉറ്റവർക്ക് വേണ്ടിയായിരുന്നു. തൻ്റെ ജീവിതം ഇനി അവർക്ക് വേണ്ടിയെന്ന് പറഞ്ഞവൾ ദൈവങ്ങൾക്ക് മുന്നിൽ സത്യമിട്ടു. പുതിയ ജീവിതം തുടങ്ങാനെന്ന പോലെ അവൾ ആ മഴയിൽ ചുവടുകൾ വെച്ചു. കാലം തെറ്റി പെയ്ത മഴയും കാറ്റും അവൾക്ക് കൂട്ടായി താളമിട്ടു.